ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകിപ്പോയി. ഇതെല്ലാം കൂടിയും കഴിഞ്ഞ് കിട്ടിയപ്പോഴത്തേന് കുറച്ച് വൈകി കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു 2.5 മീറ്റർ തുണിയാട്ടത്. വെറും 60 രൂപയാണ് മീറ്ററിന്. അങ്ങനെ 2.5 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൽ ലൈനിങ്ങും കൂടി വാങ്ങിയപ്പോൾ ആകെ 210 രൂപ കേട്ടതിന് ആയത്. ഇനി അതിനെ നമുക്കൊരു പാർട്ടി വെയർ ആക്കി മാറ്റാം. അപ്പോൾ എങ്ങനെയെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ എല്ലാവരും വാങ്ങി തയ്ക്കാൻ വയ്ക്കണമല്ലൊക്കെ ഒന്ന് തയ്ച്ചു നോക്കുക. നല്ല അടിപൊളിയാക്കി നമുക്ക് കല്യാണത്തിനോ അങ്ങനെ പാർട്ടി വെയറായി അടിച്ചാൻ പറ്റും. പിന്നെ നമ്മളെ കയ്യിൽ കുറേ പിന്നെ ഇപ്പോൾ പല സൈസ് കല്ലും മുട്ടി അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ലേസാണെങ്കിലും പിന്നെ മുത്തുകൾ മണികളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അതൊക്കെ പിന്നെ എന്താണ് അയൺ ചെയ്തങ്ങാണ്ട് നമ്മളങ്ങനെ ഒട്ടിച്ചണതുണ്ട്, നമ്മൾ പശ തേച്ച് ഒട്ടിച്ചണുണ്ട്, തുന്നണുണ്ട് ഒക്കെ ഉണ്ട്. ഒക്കെ പല വിധത്തിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ അത് ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മൾ തയ്ച്ചതാണെന്നൊന്നും റെഡിമെയ്ഡാന്ന് തന്നെ പറയുള്ളൂ. അപ്പം ഞാനിപ്പോൾ തയ്ച്ചീമ അങ്ങനെ കൂടുതൽ വർക്കൊന്നും എൻ്റെ കയ്യിൽ വാങ്ങിയതൊന്നുമില്ല. കുറച്ച് മുത്തല്ല, ഒരു സീക്വൻസ് ഒരു സൈസ് കല്ല് പർദ്ദക്കൊക്കെ വെക്കണ അങ്ങനത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വെക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതിൻ്റെ കഴുത്തും ഒക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ പിന്നെ ലൈനിങ് അല്ല കേട്ടോ, ഇത് തുണിയാണ്. നമുക്ക് ഇതിനുള്ള ലൈനിങ്ങും വെട്ടിയെടുക്കാം. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടും കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ ഇവിടെയൊക്കെ കാണിക്കണത്. അങ്ങനെ നമ്മളെ ബോഡി പാർട്ട് വെട്ടൽ കഴിഞ്ഞു. ഇനി നമുക്കിതിന് കൈ വേണം. അപ്പോൾ കൈ കുറച്ച് ഒരു 3/4 കേട്ടോ എടുക്കണത്. അങ്ങനെ കയ്യിന് ഫുള്ളായിട്ട് ലൈനിങ് വെക്കാനൊന്നും നമ്മൾ വാങ്ങിയ ലൈനിങ്ങിൽ തുണി ബാക്കിയില്ല. അപ്പോൾ ഈ കുറച്ച് കനം കുറവല്ലേ. അപ്പോൾ ഈ കൈക്കുയിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം, ഒരു മുട്ടിൻ്റെ അതുവരേക്കുള്ളൂ കേട്ടോ ഞാൻ ലൈനിങ് വെക്കണം. ലൈനിങ് വെക്കാതെ അടിച്ചാൽ പക്ഷേ കനം കുറവായതുകൊണ്ട് ഞാൻ വെക്കുക എന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കയ്യിനും വേണമെങ്കിൽ നമുക്ക് വർക്കുകളൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ പ്ലെയിൻ തുണി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുന്നാൻ അറിയുന്ന പോലാണെച്ചെങ്കിൽ പല സൈസ് ഡിസൈനിൽ തുന്നിങ്ങാണ്ട് പിടിപ്പിച്ചാൽ അതെല്ലാം ഒട്ടിച്ചണം അങ്ങനെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ മുത്തുകൾ ഇപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണതുണ്ടല്ലോ, അതൊക്കെ വെക്കാം, നല്ല സൂപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം നെക്ക് ഭാഗത്ത് നമുക്കിത് ഒന്നുമില്ലല്ലോ, പ്ലെയിൻ അല്ലേ. അപ്പോൾ ഞാനിത് കള്ളി ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കണത്. അങ്ങനെ കള്ളിയിട്ട് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ നടുക്കാണ് ഞാൻ കല്ലി വെച്ച് കൊടുക്കണത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരിക കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് ചുരിദാറൊക്കെ അടിച്ചത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുകൊണ്ടു. പിന്നെ ആദ്യം നമ്മൾ നൂല് മാറ്റി കൊടുക്കുക കേട്ടോ. നൂല് ഇതിൻ്റെ കളർ തന്നെ വേണമല്ലോ, അതുമ്മേ വേറെ കളർ ചെയ്യുന്നു. നമുക്ക് അടിനൂലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഈ ചുരിദാർ അടിച്ചാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സംഗതി എല്ലാം തീരും. പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്ന് കാണ്ടാകുമ്പോഴേ നമ്മളെ വീട്ടിലത്തെ ജോലിയും വേണം എടുക്കുക, അതിൻ്റെ ഇടയിൽ അത് ഇത് പറഞ്ഞ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം തയ്ക്കും, പിന്നെ നമ്മൾ നീച്ച് പോകും, പിന്നെ നമ്മൾ വേറെ പണിയെടുക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് സമയം വൈകണത്. അതിന്മേൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തയ്ക്കും, കൂടുതലൊന്നും തയ്ക്കൂലെങ്കിലും വീട്ടിൽ വെച്ച് തയ്ക്കും. പുറത്തുള്ളവർക്കും തയ്ച്ചു കൊടുക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തയ്ച്ചിടുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. വാങ്ങിയിടണേലേറെ ഇഷ്ടം അതാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തുണി വാങ്ങി തയ്ക്കാറില്ല. കാര്യം വാങ്ങാനൊന്നും പോകാത്തതുകൊണ്ടേ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ തയ്ച്ചിടും, അല്ലെങ്കിൽ പിന്നെ റെഡിമെയ്ഡ് തന്നെ.
അപ്പം ഇനി നമുക്കിതിന് നെക്ക് ഭാഗം വെച്ച് കൊടുക്കാം കേട്ടോ. വീഡിയോ കുറച്ച് എന്നുടനെയിലേറെ ഇച്ചിരി ലെങ്ത്ത് കൂടുതലാണ്. ഇതെല്ലാം കൂടി അതിൽ തന്നെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പം എല്ലാവരും ക്ഷമിക്കുക. ഇതുണ്ടോ, ഇതേപോലെ ഇതിപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഇട്ട് കള്ളിയിടുകയാണ്. പിന്നെ ഇനി നമുക്ക് നേരെ വിലങ്ങിന് അങ്ങനെ ഇടുമ്പോഴാണ് ഇതിങ്ങനെ കള്ളിയായി വരിക കേട്ടോ. ഇത് നമുക്ക് കയ്യിന് വെച്ച് കൊടുക്കുക. സൈഡ് ഭാഗം ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ വെച്ച് കൊടുക്കുക. മുമ്പിൽ ഇങ്ങനെ ഈ നെക്ക് ഭാഗത്തുനിന്ന് അടി വരെ വെച്ച് കൊടുക്കുക. പിന്നെ അടിഭാഗം മാത്രം വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. കയ്യിനും അടിഭാഗവും ആണെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. പല രീതിക്കും നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ കല്ലുകളൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഞാൻ എവിടെയും വെച്ചിട്ടില്ല, വെറും നെക്ക് ഭാഗം മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ വെക്കാതെ ലേസ് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് പാൻറ്റും ഷാളും ഒക്കെ ഇടാമല്ലോ. പിന്നെ ലേസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കളറ് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ കളർ തന്നെ പാൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കളർ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം വെച്ച് കൊടുക്കട്ടെ. മുന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്ക് ഭാഗം കൂടി ആദ്യം കഴുത്തൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം. അങ്ങനെ ഇതിൻ്റെ മുന്നും ബാക്കും ഒക്കെ വെച്ചു. ഇനി നമുക്കിതിന്മേൽ കൈ പിടിപ്പിക്കണം. അപ്പം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഞാൻ 2 ടെക്ക് ഇട്ടിക്കണം കേട്ടോ. ടെക്കിട്ട് കൊടുത്താലൊരു ഭംഗിയാണ്. തയ്ച്ച ചുരിദാറിനൊക്കെ ബാക്ക് ഭാഗത്ത് ടെക്ക് ഇട്ട് കൊടുത്താൽ. മുമ്പിൽ പിന്നെ ആ സംഭവം വെച്ചതുകൊണ്ടേ വെച്ചില്ല. അപ്പം കണ്ടോ, ഇതാണ് ഫൈനൽ. ഇനി ഞാൻ മുത്ത് വെക്കാതെ കേട്ടോ, അത് തയ്ച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് ഇസ്തിരി ഇടണം. ഇസ്തിരി ഇട്ടിട്ട് വേണം. ഊഹക്കുട്ടി പിടിച്ചിക്കുക കേട്ടോ. അങ്ങനെ ഇനി നമുക്കിതിൻ്റെ മുൻഭാഗമൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് കാണ്ടൊന്ന് ശരിയാക്കിയിട്ട് വേണം നമുക്കിതിന്മേ ഒട്ടിച്ചാൻ. ഞാൻ ഫെവിക്കോൾ വെച്ച് കണ്ടാട്ടോ ഒട്ടിച്ചണ. എനിക്ക് ഒട്ടിച്ചണ പശയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയതാണ്. ഇനി ഒക്കെ ഒന്ന് വാങ്ങണം. ഇനി നമ്മളിങ്ങനെ ഒട്ടിച്ചാൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചരുത്. കാരണം അടിഭാഗത്തേക്കൊക്കെ പശ അഥവേ ഇതായ ബാക്കും മുമ്പും തമ്മിൽ ഒട്ടും. അപ്പം നമ്മൾ അടിയിൽ ഇതിൻ്റെ നടുക്ക് ഒരു തലയണ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു കുഷിനുണ്ട്. അപ്പോൾ ആ കുഷിനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ കുഷിന് അതിൻ്റെ നടുക്ക് കൂടി അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മുത്ത് വെച്ച് കൊടുക്കാനൊക്കെ നല്ല സൂപ്പറായിട്ട് സുഖമാണ്. ബാക്ക് ഭാഗം ഒട്ടുമില്ല കണ്ടോ. അങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് അതിന്മേൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഈ മുത്താണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ ആദ്യം പശ തേച്ചിട്ട് കഴിയുമ്പോൾ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ പശയിലിട്ടതായിട്ടാണ് ഇങ്ങനത്തെ കളറ്, വെള്ള കളർ ഇങ്ങനെ നല്ലോണം തോന്നുന്നത്. ഞാൻ പശ ഉണങ്ങുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.